അപ്പോൾ അങ്ങനെ സന്തോഷത്തിന്റെ കാഴ്ചയല്ലേ. ഇനി വമ്പന്മാർ ഇനിയും വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ മെസ്സി എന്തായാലും ഉറപ്പിക്കുന്നു അങ്ങനെ ലോകകപ്പ് വിട്ടുതരാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന്. ഇന്നലെ ഞാനും അഭിലാഷും വളരെ പ്രതീക്ഷയോടെ സംസാരിച്ചു. അഭിലാഷേ കമോൺ, ഇന്നലെ സംസാരിക്കുമ്പോൾ എനിക്കുള്ളിൽ സത്യം പറഞ്ഞ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങാനും പണി കിട്ടുമോ, സമനിലയിൽ എങ്ങാനും വന്ന് വീഴുമോ എന്ന ആശങ്ക ഇല്ലാതിരുന്നില്ല. പക്ഷേ കളി കണ്ടപ്പോൾ സന്തോഷമായി. ഇത് വീണ്ടും നമുക്ക് കപ്പ് പിടിക്കാം, അല്ലെങ്കിൽ കപ്പ് അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കണ്ട എന്ന് മെസ്സിയും കൂട്ടരൊക്കെ ഉറപ്പിക്കണമെന്ന് തോന്നുന്നു അല്ലേ അഭിലാഷേ? കളി കഴിഞ്ഞപ്പോൾ പലരും കവിതയൊന്നും വന്നു തുടങ്ങിയില്ലേ എന്ന് ചോദിച്ചു. ഇതിന് മുകളിൽ വെക്കാൻ ഒരു കവിതയുണ്ട്. ഇതിന് മുകളിൽ ഒരു കവിതയില്ല. വാക്കുകൊണ്ടോ അക്ഷരം കൊണ്ടോ ഒന്നും അടയാളപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ അയാൾ ആനന്ദ നടനം ആടുകയായിരുന്നു ആ പുൽപ്പരപ്പിൽ എന്നുള്ളത് നമുക്ക് കാണാം. ഒരു പക്ഷേ ഇത്രയും ഫ്രീ ആയിട്ട്, ഇത്ര അയത്ന ലളിത സുന്ദരമായിട്ട് മെസ്സി കളിച്ചൊരു ലോകകപ്പ് മത്സരം ഉണ്ടാവില്ല. കാരണം ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും അയാൾ ഇനി വഴിപ്പെടേണ്ടതില്ല. കാരണം ലോക കിരീടം ലോക കിരീടം നേടിയ ലയണൽ മെസ്സിയാണ്. ദിവിഷെ 4 വർഷം മുമ്പ് ദിവിഷ് ഓർക്കുന്നത്, നമ്മൾ രണ്ടുപേരും ഇതുപോലെ ലോകകപ്പ് ഫൈനലിന്റെ രാത്രിയിൽ മിശിഹ ഇതാ ലോകകപ്പ് ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ നിമിഷം വിചാരിച്ചിട്ടുണ്ടോ? 4 കൊല്ലം കഴിഞ്ഞ് അമേരിക്കയിൽ അയാൾ ഓപ്പണിംഗ് മത്സരത്തിൽ ഹാട്രിക്കോട് കൂടി വീണ്ടും തുടങ്ങുമെന്ന് നമ്മൾ അന്ന് വിചാരിച്ചിട്ടില്ലല്ലോ, ആരും വിചാരിച്ചിട്ടില്ലല്ലോ. ഏതൊരു വലിയ താരം ഒരുപക്ഷെ ഇനി മതിയാക്കാം അല്ലേ, ഇനി നേടാനുള്ളതെല്ലാം നേടി എന്ന് പറഞ്ഞ് പിന്തിരിയാൻ സാധ്യതയുള്ളടത്തുനിന്ന് രാജ്യത്തിന് വേണ്ടി ഇല്ല, ഞാനിതാ പോരിനിറങ്ങുന്നു, എൻ്റെ സംഘത്തെ ഇനിയും കിരീടം ഉയർത്തിപ്പിടിക്കാൻ ഞാനിതാ മുന്നോട്ട് നയിക്കുന്നു എന്നൊരു താരത്തിന് പറയാൻ കഴിയുന്ന അത്ഭുതമാണ്. തീർച്ചയായിട്ടും ഈ മെസ്സിയാണ് ശരിക്കും അർജന്റീന ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് നമുക്കറിയാം. അതിനപ്പുറത്ത് അതൊരു വൈകാരികമായ കൂട്ടം കൂടിയാണ്. മെസ്സിയെ കേന്ദ്രീകരിച്ചൊരു സംഘം ഉണ്ടായി വരുന്നത്, നമ്മളത് വളരെ ജൈവികമായി ഉണ്ടായി വരുന്നത് കഴിഞ്ഞ ലോകകപ്പിൽ കണ്ടതാണ്. അത് ഈ ലോകകപ്പിലും തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നോക്കൂ, ആ റോഡ്രിഗോ ഡീപോളിന്റെ അതിമനോഹരമായ ഒരു ബോളിലാണ് ആദ്യത്തെ ഗോൾ ലയണൽ മെസ്സി നേടുന്നത്. ആ ബോളിനും അതുപോലെയുള്ള പ്രാധാന്യമുണ്ട്. മെസ്സിക്ക് വേണ്ടി മരിച്ചു കളിക്കുന്ന 11 പേരുടെ സംഘം, 10 പേരുടെ സംഘം. അപ്പോൾ അയാൾക്ക് വീണ്ടും വീണ്ടും ക്രൗണുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന മത്സര ബുദ്ധിയോടുകൂടി കളിക്കുന്ന ഒരു സംഘം. അപ്പോൾ ആ നിലയ്ക്ക് കൂടി നമ്മൾ പുതിയ അർജന്റീന ടീമിനെ കാണും. ഒരു ചരിത്രത്തിലൊരു വലിയ സാമ്യം കൂടി ഉണ്ട് ദിവിഷ്. കൃത്യം 20 കൊല്ലം മുമ്പ് ഒരു ജൂൺ 16 സെർബിയക്കെതിരെ ആദ്യമായിട്ട് ലയണൽ മെസ്സി അർജന്റീന കുപ്പായത്തിൽ വേൾഡ് കപ്പിന് ഇറങ്ങുന്നത്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അത് ഒരു ഇന്ത്യൻ സമയം, ഒരു ചെറിയ പയ്യൻ, വൈകുന്നേരമായിരുന്നു. ആ വൈകുന്നേരത്തെ നിമിഷം അതിൽ കാണേണ്ട ഒരു കാര്യം, ആ മത്സരത്തിന്റെ 78ാമത്തെ മിനിറ്റിലാണ് അന്ന് ഹോസെ പെക്കർമാൻ ലയണൽ മെസ്സിയെ അയക്കുന്നത്. ഈ മത്സരത്തിന്റെ 78ാമത്തെ മിനിറ്റിലാണ് ലയണൽ മെസ്സി ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുന്നത്. പകരം നിക്കോ പാസ് വരുന്നു. അതെ, നിക്കോ പാസ് വരുന്നു. ഒരു പുതിയ താരോദയമാകുമെന്നും നമുക്കറിയില്ല. അന്ന് 78ാമത്തെ മിനിറ്റിൽ കളത്തിലിറങ്ങിയ ലയണൽ മെസ്സി എന്ന 18 വയസ്സുകാരൻ ഒരു അസിസ്റ്റ്, പിന്നാലെ ഒരു ഗോൾ, അന്ന് തുടങ്ങിയതാണ്. 20 വർഷം, നമ്മുടെ ജീവിതത്തിലെ 20 വർഷങ്ങൾ കടന്നുപോയി. ഈ 20 വർഷങ്ങൾ നമുക്കറിയാം. അയാൾ ഈ പുൽമൈതാനത്തിലെ അയാളുടെ മാന്ത്രിക ചലനം കൊണ്ട് നമ്മളെ ആനന്ദിപ്പിച്ചു, സന്തോഷിപ്പിച്ചു, ആവേശഭരിതരാക്കി, കരയിച്ചു. എത്ര വലിയ നഷ്ടങ്ങൾ. 2014 ലോകകപ്പിന്റെ ഫൈനലിൽ അത് 113ാമത്തെ മിനിറ്റിലാണ് അർജന്റീനയുടെ പോസ്റ്റിലേക്ക് മരിയോ ഗോഡ്സയുടെ ആ ഗോൾ കയറുന്നത്. അതിന് 122ാമത്തെ മിനിറ്റിൽ അതെ 122ാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ ഒരു ഫ്രീ കിക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം അയാൾ തകർന്നു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. തൊട്ടടുത്ത വർഷം കോപ്പ അമേരിക്ക ഫൈനൽ പരാജയപ്പെടുന്നു. അതിനടുത്ത വർഷം 2016 വീണ്ടും കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ വീണുടയുന്നു. അയാൾ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു. ലയണൽ മെസ്സി കണ്ണീരണിഞ്ഞു നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫുട്ബോളിൽ നിന്ന്, അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുന്നത് കണ്ടിട്ടുണ്ട്. മെസ്സിക്കൊപ്പം കരയുന്ന ആരാധകരെ കണ്ടിട്ടുണ്ട്. ആ കരച്ചിലുകൾക്കെല്ലാം ശേഷം ആനന്ദത്തിന്റെ കോപ്പ അയാൾ നിറയ്ക്കുന്നു. 2021 കോപ്പ അമേരിക്ക, ഫൈനലേസിമ, വീണ്ടും ലോകകപ്പ്, വീണ്ടും കോപ്പ അമേരിക്ക, അടുത്ത സ്റ്റേജിലേക്ക് വരികയാണ്. ലയണൽ മെസ്സിയെ സംബന്ധിച്ച് ഇനി ലോകത്ത് പ്രൂവ് ചെയ്യാനൊന്നുമില്ലാത്ത, ഒരു ബാധ്യതയുമില്ലാത്ത കളിക്കാരനാണ് അയാൾ. സുന്ദരമായി, അതിസുന്ദരമായി കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അയാൾക്ക് വേണ്ടി ഇനി ആരും കവിത എഴുതേണ്ട, കാൽപന്ത് കൊണ്ട് അയാൾ സ്വയം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മെസ്സിയുടെ ഗംഭീര മികവാണ്. പക്ഷെ ഇന്നലെ അൾജീരിയയുടെ ഒരു ശ്രദ്ധയുണ്ട്. പന്ത് പരമാവധി അവരുടെ കൈവശം വയ്ക്കുന്നതിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവിടെ എവിടേക്കോ അവരിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നത് പലപ്പോഴും കുറച്ചൊരു ടാസ്ക്കായിട്ട് അർജന്റീനയ്ക്ക് മാറിയിട്ടുണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ എന്തെങ്കിലും പിഴവുകൾ അല്ലെങ്കിൽ തിരുത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങളായിട്ട് അഭിലാഷന് തോന്നുന്നുണ്ടോ? അതോ അൾജീരിയയുടെ ഒരു ദൗർബല്യം കൂടി ഇതിൽ ഇങ്ങനെ ഒരു പ്രകടനത്തിന് കാരണമായിട്ടുണ്ടോ? അൾജീരിയ മികച്ച ടീമാണ്, നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. തോൽവി അറിയാതെ ഫ്രണ്ട്ലി മാച്ചുകൾ കടന്നു വന്ന ടീമാണ്. 12 ഗോൾ അടിച്ചപ്പോൾ ഒരു ഗോൾ പോലും വഴങ്ങാത്ത ടീമാണ്. അൾജീരിയ ഒരു മോശം ടീമല്ല, അൾജീരിയ ഒരു മികച്ച ടീം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ അർജന്റീന ടീം ലോകകപ്പ് നേടുമോ എന്ന് ചോദിച്ചാൽ ലോകകപ്പ് നേടട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ പതിവ് പോലെ ലത്താരോ മാർട്ടിനസ് ഈ കളിയിലും പരാജയമാകുന്നത് നമ്മൾ കണ്ടു.
കഴിഞ്ഞ ലോകകപ്പിലും ലൗതാരയെ സംബന്ധിച്ച് വളരെ മികച്ച പ്രകടനം പുറത്തുവെക്കാൻ കഴിഞ്ഞിരുന്നില്ല. 55-ാമത്തെ മിനിറ്റിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എൻ്റെ ഒരു തോന്നൽ എന്തുകൊണ്ട് ഹൂലിയൻ അൽവാരസിനെ വെച്ച് സ്കലോണി സ്റ്റാർട്ട് ചെയ്യുന്നില്ല, നമ്മൾ റിയാൻ പരാഗിനെ രാജസ്ഥാൻ റോയൽസ് എന്തിനാണ് ടീമിലെടുത്തിരിക്കുന്നത് ചോദിക്കുന്ന പോലെ ലൗതാരോ മാർട്ടിനസ് പരാജയപ്പെടാൻ വേണ്ടി വീണ്ടും വീണ്ടും സ്റ്റാർട്ടിംഗ് 11-ൽ കളിക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതുപോലെ ഡിമരിയയുടെ അഭാവം ഇപ്പോഴും നമുക്ക് നിഴലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പല അർജന്റീന ആരാധകരും ഇന്ന് ഡിമരിയെ മിസ് ചെയ്യുന്നുണ്ടാവും. അൽമാഡയ്ക്ക് എത്രമാത്രം അത്രയും ഇത് നിലനിർത്താൻ കഴിയുന്നുണ്ട്, ആ സംഗതി ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അതിനെ സംബന്ധിച്ച് മധ്യനിര എന്ന് പറയുന്നത് വളരെ മികച്ച മധ്യനിരയാണ്. ഡിപോളിന്റെ പ്രകടനം ഇന്ന് വളരെ എടുത്തു പറയേണ്ട ഒന്നാണ്. ലോകത്തെ തന്നെ മികച്ച മിഡ്ഫീൽഡുകളിലൊന്നാണ് റോഡ്രിഗോ ഡിപോളും അതുപോലെ തന്നെ മെക്കാലിസ്റ്ററുടെ ഒരു നല്ല ഷോട്ടിന്റെ റീബൗണ്ടിലാണ് മെസ്സിയുടെ രണ്ടാമത്തെ ഗോൾ. അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസും ചേർന്ന മധ്യനിര വളരെ 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 മികച്ചതാണ്. അതുപോലെ തന്നെ ഡിഫൻസിൽ ക്യൂട്ടി റെമോറോയും ലിച്ചയും അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചു. അപ്പോഴും ഈ എല്ലാ പ്രതിരോധവും പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതെ, മൊളീനയും മോണ്ടിയലും അവരുടെ ഏറ്റവും ബെസ്റ്റിലാണോ എന്നറിയില്ല. തഗ്ലിയോഫിക്കോയ്ക്ക് പരിക്കാണ്. ആ ഘടകങ്ങളൊക്കെ നിൽക്കുന്നു. പ്രതിരോധം പൂർണ്ണമല്ല, ഏറ്റവും ഗംഭീരമെന്ന് നമുക്ക് പറയാൻ കഴിയുമെന്നറിയില്ല. പക്ഷെ ഇന്ന് എമിലിയാനോ മാർട്ടിനസിന് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകടനം പുറത്തെടുക്കേണ്ടി വന്നില്ല. ഡിബു മാർട്ടിനസിലേക്ക് പന്ത് പോയിട്ടേ ഇല്ല. അത് വളരെ ദുർബലമായ ഷോട്ടാണ്. അപ്പോൾ സെന്റർ ബാക്കുകൾ രണ്ടുപേരും വളരെ ശക്തരാണ്. അവരുടെ പെയർ ക്യുട്ടി ലിച്ച പെയർ വളരെ ഗംഭീരമായി കളിക്കുന്നുണ്ട്. അതേസമയം ഫുൾ ബാക്കുകളെ സംബന്ധിച്ച് അവരുടെ ഒരു 100% വന്നോ എന്ന സംശയം അവിടെ നിൽക്കുന്നു. ഇനിയുള്ള കളികളിൽ കുറച്ചുകൂടി പരീക്ഷിക്കപ്പെടാം, അല്ലെങ്കിൽ കുറെ കൂടി എമർജി ചെയ്യാം, കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ശരി, എന്തായാലും പ്രേക്ഷകർ ശ്രദ്ധിക്കും. ഞങ്ങൾ രണ്ടുപേരും അർജന്റീന ഫാൻസ് ആയിട്ട് കുറച്ച് ആവേശം കൂടുതലുണ്ടാവും. ബ്രസീൽ ആരാധകർ ഇപ്പൊ ഇവിടെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അഭിലാഷ്, നമുക്ക് ഇതേപോലെ തുടരാൻ കഴിയട്ടെ. ഇനി ഒരുപാട് തവണ ഇതുപോലെ നിന്ന് സംസാരിക്കാൻ കഴിയട്ടെ. ശരി, അപ്പോൾ ഇതാണ് സന്തോഷത്തിന്റെ കാഴ്ച. അഭിലാഷും പറഞ്ഞ പോലെ അർജന്റീന ആരാധകർക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകയുണ്ട്. മറ്റ് പ്രബലർക്ക് ആഘോഷിക്കാനുള്ള വക വരുന്നതേ ഉള്ളൂ.